സൗദി അറേബ്യയുടെ കിഴക്കൻ മേഖലയിലുള്ള കപ്പലുകൾക്ക് ഇന്ധനം, വെള്ളം, അവശ്യ വസ്തുക്കൾ എന്നിവയുൾപ്പെടെ നൽകുന്നതിനുള്ള സംവിധാനം ആരംഭിച്ചതായി സൗദി അറേബ്യയുടെ തുറമുഖ ജനറൽ അതോറിറ്റി മൊവാനി പ്രഖ്യാപിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ നാവിഗേഷനിലെ തടസ്സങ്ങളുടെയും മേഖലയിലെ ആക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. സൗദി അറേബ്യയുടെ കിഴക്കൻ മേഖലയിലുള്ള കപ്പലുകൾക്ക് ഇന്ധനം, വെള്ളം, ആവശ്യവസ്തുക്കൾ എന്നിവയുൾപ്പെടെ സേവനങ്ങൾ നൽകുന്നതിനുള്ള സംവിധാനം ആരംഭിച്ചതായി സൗദി അറേബ്യയുടെ തുറമുഖ ജനറൽ അതോറിറ്റി പ്രഖ്യാപിച്ചു. സമുദ്ര ഗതാഗതത്തിന്റെ തുടർച്ച ഉറപ്പാക്കുന്നതിനും ക്രൂ മാറ്റ സേവനങ്ങൾക്കും മറ്റ് ആവശ്യകതകൾക്കും പുറമെ കപ്പലുകൾക്ക് ഭക്ഷണം, മരുന്നുകൾ, ഇന്ധനം, വെള്ളം എന്നിവ വിതരണം ചെയ്യുന്നതും സേവനങ്ങളിൽ ഉൾപ്പെടുന്നു. ഈ സംരംഭത്തിന്റെ ഭാഗമായി അംഗീകൃത കപ്പൽ വിതരണക്കാരുടെയും ഇന്ധന സേവന ദാതാക്കളുടെയും ഒരു പുതുക്കിയ പട്ടിക തുറമുഖ അതോറിറ്റി നൽകും. ഇത് കപ്പൽ ഉടമകൾക്കും ഓപ്പറേറ്റർമാർക്കും അവരുടെ ആവശ്യങ്ങൾ നേരിട്ടും കാര്യക്ഷമമായും ഏകോപിപ്പിക്കാൻ പ്രാപ്തരാക്കുമെന്നാണ് കണക്കുകൂട്ടൽ. അന്വേഷണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സുഗമമാക്കുന്നതിനും വേഗത്തിലുള്ളതും നിലവാരമുള്ളതുമായ സേവനം നൽകുന്നതിനും കേന്ദ്രം 24 മണിക്കൂറും പ്രവർത്തിക്കുമെന്നും അതോറിറ്റി സ്ഥിരീകരിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ നാവിഗേഷനിലെ തടസ്സങ്ങളും സമുദ്ര ഗതാഗതത്തെയും ഊർജ്ജ വിപണികളെയും ബാധിച്ച മേഖലയിലെ തുടർച്ചയായ ആക്രമണങ്ങളെയും വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. ജനം, സൗദി അറേബ്യ.